പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 11 തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിലെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം യാത്ര ചെയ്യുവാൻ, ജോലി ചെയ്യുവാൻ, പഠിക്കുവാൻ, നമ്മുടെ ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ, ആത്മീയ കാര്യങ്ങളിൽ സംബന്ധിപ്പാൻ, നമ്മുടെ വ്യക്തിപരവും ഔദ്യോഗികവുമായ കാര്യങ്ങൾ നിർവഹിപ്പാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ സർവശക്തനായ ദൈവത്തിന് സകലവിധ സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 26 വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 34 വേഴ്സ് 26 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ അവയെയും എൻ്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. അത് അനുഗ്രഹകരമായ മഴ ആയിരിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം തന്റെ ജനമായി ഇസ്രയേലിനെ നയിച്ച, കഴിവുകെട്ട, തുമ്പുകെട്ട, യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതിരുന്ന രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ഇവരെക്കുറിച്ചും അവരെ ദൈവം എന്ത് ചെയ്യുമെന്നും തുടർന്ന് അതിനൊരു പ്രതിവിധി എന്ന വണ്ണം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും വളരെ വ്യക്തമായി വിവരിക്കുന്ന ഒരധ്യായമാണ്. അതെ, തന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ വേണ്ടവണ്ണം നോക്കാതെ അവരെ തകർത്ത് പിച്ച് ചീന്തി അവരെ പലവിധങ്ങളിൽ ദ്രോഹിച്ച് ഉന്മൂലനം ചെയ്ത ഇടയന്മാരെ നീക്കിക്കളഞ്ഞ് വേദനയിലും നിരാശയിലും സങ്കടത്തിലുമായിരിക്കുന്ന ഓരോ ആടുകളെയും അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ട പരിഹാരം ചെയ്തിട്ട് അവർക്ക് നല്ല ഒരു ഇടയനെ, ദാവീദിനെ കൊടുക്കുകയും അവൻ, ദാവീദ്, തന്റെ ജനമായ ഇസ്രയേലിനെ വേണ്ടവണ്ണം പരിരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ യഹോവ എന്ന് അവർ അറിയും. തുടർന്ന് പറയുകയാണ്: ഞാൻ അവയെയും അവർക്കുള്ള സകലത്തിനെയും അനുഗ്രഹമാക്കി ഞാൻ വെക്കും. ഞാൻ അവർക്ക് വേണ്ടി മഴ പെയ്യിക്കും. അത് ഒരു അനുഗ്രഹ മഴയായിരിക്കും. ഇത് പഴയ നിയമ ഇസ്രയേലിന്റെ ജീവിത ചരിത്രത്തിൽ കൂടി പുതിയ നിയമ ഇസ്രയേലായിരുന്ന മണവാട്ടി സഭയ്ക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തന്റെ ജനത്തെ ചേർക്കാൻ വരുന്ന യേശുക്രിസ്തുവിന് ഒരു മുൻകുറിയായി യെഹെസ്കേൽ പ്രവാചകനിലൂടെ ഇത് വെളിവാക്കുന്നു. അതെ, ഇവിടെ പറയുകയാണ്: ഞാൻ എൻ്റെ ആടിനും ആട് പാർക്കുന്ന പർവ്വത ശിഖരങ്ങൾക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റും. അവിടെ ഞാൻ മഴ പെയ്യിക്കും. അത് ഒരു അനുഗ്രഹ മഴയായിരിക്കും. ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം തമ്പുരാൻ തരാൻ തീരുമാനിച്ചാൽ അതൊരു വലിയ അനുഗ്രഹ മഴയായിരിക്കും. അതിനെ തടയുവാനോ എടുത്തു കളയുവാനോ ഇടയ്ക്ക് വെച്ച് നിർത്തുവാനോ നിങ്ങളുടെ ശത്രുവിനോ നിങ്ങൾക്കെതിരെ പോരാടുന്നവർക്കോ, അത് ജോലിയിലാകാം, ആരോഗ്യകരമായ വിഷയത്തിലായിരിക്കാം, നിങ്ങൾ ദൈനംദിനം നേരിടുന്ന ചില പ്രതിസന്ധിയിലായിരിക്കാം, ഒരിടത്തും നിങ്ങളെ തടയുവാൻ, നിങ്ങളുടെ അനുഗ്രഹത്തെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ വണ്ണം ഒരനുഗ്രഹ മഴയെ തരുവാൻ
ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന കർത്താവ് മതിയായവനാ. മാത്രമല്ല, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു വലിയ അനുഗ്രഹമായി മാറും. ദൈവം അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുള്ളൂ. പ്രിയമുള്ളവരെ, ലോകത്തിൽ മനുഷ്യർ ഒരാളെ എത്രയും സഹായിക്കും, എത്ര സഹായിച്ചാൽ മതിയാകും. ശരിയാണ്, നമ്മുടെ ആത്മാർത്ഥതയും സ്നേഹമുള്ളവർ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ നമ്മളെ കരുതും, സഹായിക്കും, നമ്മളെ വേണ്ടവണ്ണം എല്ലാ നിലകളിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവർക്കും പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയും അളവുമില്ലാതെ നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. സർവശക്തനായ ദൈവം തമ്പുരാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും വിഷയത്താൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് വളരെ മനസ്സ് ചാഞ്ചാടി വ്യഥയിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ വിഷമം മാറ്റി നിങ്ങളെ നിത്യമായി അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ടോ? അവരുടെ വിദ്യാഭ്യാസത്തിന് യോഗ്യമായ ഒരു ജോലി ലഭിക്കാതെ, അല്ലെങ്കിൽ അത് കരങ്ങളിൽ എത്തിയിട്ട് നിങ്ങൾക്കത് ലഭ്യമാകാതെ മാറിപ്പോകുന്നുണ്ടോ? നാളുകളായി വിവാഹം ആലോചിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നുണ്ടോ? ഒരു ഭവനം ചമയ്ക്കുവാൻ ആഗ്രഹിച്ച് ആരംഭിച്ചിട്ട് പലവിധ കാരണങ്ങളാൽ മുടങ്ങുന്നുണ്ടോ? നിങ്ങളുടെ വിസ നിങ്ങൾക്ക് റെഡിയായി എന്ന് പലപ്പോഴും ഫോൺ വന്നിട്ടും ഇതുവരെയും കരങ്ങളിൽ എത്താതെ നിരാശപ്പെടുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ജോലിയിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതികൂലങ്ങൾ നേരിടുന്നോ? സ്ട്രെസ് അനുഭവിക്കുന്നോ? ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്നോ? കടബാധ്യത നിങ്ങളെ ഞെരിക്കുന്നുവോ? അതെ, നിങ്ങൾക്ക് ഈ നാളുകളിൽ ലഭിക്കപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളെ ശാരീരികത്തെക്കാൾ ഉപരിയായി മാനസികമായി തളർത്തിക്കളഞ്ഞുവോ? എന്താണ് താങ്കളുടെ പ്രശ്നം? ആ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നമായിട്ട് ഈ ശനിയാഴ്ച രാവിലെ നമുക്ക് ചെല്ലുവാൻ ഒരിടമുണ്ട്, പറയുവാൻ ഒരു സ്ഥലമുണ്ട്, കേൾക്കുവാൻ ഒരു തമ്പുരാനുണ്ട്. കേൾക്കുക മാത്രമല്ല, അത് കേട്ട് ഉചിതമായ തീരുമാനമെടുത്ത് കൃത്യമായ സമയത്ത് തമ്പുരാൻ നമുക്ക് വിടുതലിനെയും സൗഖ്യത്തെയും അനുഗ്രഹത്തെയും അയക്കുവാൻ മതിയായവനാണ്. തമ്പുരാൻ അയക്കുന്ന മഴ, ഹല്ലേലൂയ, ഒരു അനുഗ്രഹ മഴയായിരിക്കും. ജീവജലം ഈ മെയ് മാസം 11-ാം തീയതി രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും സ്വർഗം തുറന്ന് അനുഗ്രഹത്തിന്റെ മാരി നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നിങ്ങളെ വിട്ട് മൈലുകൾക്കപ്പുറം കടലുകൾക്കപ്പുറമായിരിക്കുന്ന നിങ്ങളുടെ തലമുറകളുടെ മേൽ, കുടുംബാംഗങ്ങളുടെ മേൽ ചൊരിയട്ടെ. പുതുവഴി തുറക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടയപ്പെട്ട വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് തുറക്കപ്പെടട്ടെ. നോ എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളെ വിളിച്ച് യേസ് എന്ന് പറയിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതെ, നിങ്ങളുടെ മീതെ സ്വർഗത്തിലെ ആശിഷ മാരി പെയ്യുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാവട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ ഇന്ന് നമ്മളോട് പറഞ്ഞ ദൂത് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. തലകളെ വണക്കാം. തലമുറ തലമുറയായി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരാഴ്ച വട്ടത്തിന്റെ അവസാനത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചതിനായി സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ സന്ദേശം ഇന്ന് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന മഴ
അനുഗ്രഹ മഴയാണെന്നും അതാർക്കും തടയുവാൻ പറ്റാതെ വണ്ണം ഉയരത്തിൽ നിന്ന് സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിയുന്നതാണെന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. വിവിധ വിഷയത്തിൽ മനം നൊന്ത് ഭാരപ്പെട്ട് സങ്കടത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഇന്നത്തെ വചനം കേൾക്കുകയോ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവരെ സ്വർഗീയ സമാധാനത്താലും ആശ്വാസത്താലും നിറയ്ക്കുകയും അവരുടെ മേൽ, അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ ഈ സ്വർഗീയ മാരിയാൽ, അനുഗ്രഹമാരിയാൽ നിറച്ച് ദൈവകൃപയോടെ നടത്തണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ അതെ, നമ്മുടെ ഓരോ കുടുംബങ്ങളുടെ മേലും സ്വർഗത്തിൽ നിന്നും അനുഗ്രഹത്തിന്റെ മായി ആശിഷം മാരി പെയ്ത് ധാരാളമായി അനുഗ്രഹിച്ച് കർത്തൃവേലയിൽ മുന്നേറുവാനും അനേകരെ നിത്യജീവന്റെ ഉടമകളാക്കി തീർക്കുവാനും നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.